കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൽമാസ് നിങ്ങൾ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ പുറംഭാഗം മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും കൂടി സ്പെഷ്യലാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അത്രയും സ്പെഷ്യലാണ്, അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കൽമാസ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ, വളരെ ചെറിയൊരു കഷ്ണം, പിന്നെ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് സവാള ചേർക്കാം. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി കളറൊക്കെ നല്ലോണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും വഴറ്റുക. പൊടികൾ ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. വേറൊന്നും ചേർത്തിട്ടില്ല, ഉപ്പും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേവിച്ച് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാ ചമ്മന്തിയും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കൽമാസിൻ്റെ ഫില്ലിംഗ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ നമ്മുടെ കണ്ണൂർ സ്റ്റൈലുള്ള പത്തലിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണ ഇലയട അല്ലെങ്കിൽ ഈ ഒരു കൽമാസ് ഒക്കെ ഏത് അരിപ്പൊടി വെച്ചിട്ടാണോ തയ്യാറാക്കുന്നത് അത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഈ കണ്ണൂരിലെ ഈ പത്തൽപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സാധാരണ പച്ചവെള്ളവും ചേർത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാനാണോ ഇഷ്ടം അത് വെച്ചിട്ട് ചെയ്യുക. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ചില ജില്ലകളിലൊക്കെ പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കും, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉരുട്ടിയിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ വാഴയില വെച്ചിട്ടാണെങ്കിൽ വാഴയിലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാൻ പറ്റണം. ആ ഒരു പാകത്തിൽ വേണം വെള്ളം ചേർത്തിട്ട് കുഴക്കാനായിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് പരത്താൻ പാകത്തിൽ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിൽ നമ്മുടെ അരിപ്പൊടി കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്ന് പുരട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഇതുപോലെ കയ്യിൽ പുരട്ടിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഒരു ചെറിയ ഉരുളയാക്കി എടുത്ത് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഫില്ലിംഗ് കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ അരിമാവിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോൾസ് പോലെ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. സാധാരണ കൽമാസിൻ്റെ ഒരു ഷേപ്പ് ഇതുപോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഉരുട്ടി റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ സ്റ്റീമർ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിൽ ഞാൻ കുറച്ച് ഓയിൽ തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പ്രാവശ്യം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം നമ്മുടെ കൽമാസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീം ചെയ്യാനുള്ള വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം, ആവിയിൽ വേവിച്ചെടുക്കാം.
അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ കൽമാസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്നും മാറ്റിയിട്ട് പുറത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ പുറത്തെടുത്ത ഉടനെ ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ ചൂട് ഉള്ളപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഒരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു 5-8 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു കൈ നിറയെ മല്ലിയില, പിന്നെ കുറച്ച് നമ്മുടെ പുതിന ഇല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് അരക്കുന്ന സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഓരോ കൽമാസും എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മസാലയിൽ, ഈ ഒരു ഗ്രീൻ കളറിലുള്ള മസാലയിൽ നന്നായിട്ടങ്ങ് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടിത് നമ്മുടെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൽ ചേർത്തിരിക്കുന്ന പച്ചമുളകിന് പകരം നിങ്ങളുടെ വീട്ടിൽ കാന്താരി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ പച്ചമുളകാണ് ചേർത്തത്. കാന്താരി ആണെങ്കിൽ സൂപ്പറായിരിക്കും. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. എല്ലാ ഭാഗവും റെഡിയായി കഴിയുമ്പോൾ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല സ്പെഷ്യൽ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും ടേസ്റ്റിയാണ്. ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൽ നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്